പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ 42:15 തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ദൈവമായ കർത്താവ് മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല. യേശു നമ്മുടെ വിമോചകനാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം വചനം വഴിയായി നിർവഹിക്കപ്പെടുന്നത്. റോമ 9:6 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവം നമ്മെ എപ്പോഴും താങ്ങി നിർത്തുന്നു. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. റോമ 9:16 പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഏശയ്യ 55:10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നു, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയപ്രദമായി ചെയ്യും. എന്തിനാണ് ദൈവം വചനം അയക്കുന്നത്? കർത്താവ് വചനം അയക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനാണ്. അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറഞ്ഞത്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എന്ന്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരവും പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതുമെല്ലാം വചനം വഴി നിർവഹിക്കുകയാണ്. ദൈവമക്കൾക്ക് സൗഖ്യം നൽകുവാൻ, സമാധാനം നൽകുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, ഐശ്വര്യം നൽകുവാൻ ദൈവം വചനം അയക്കുന്നുണ്ട്. അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് യേശു പുറത്താക്കുന്നതും മനുഷ്യരെ അനുതാപത്തിലേക്ക് നയിക്കുന്നതും മാനസാന്തരം ഉണ്ടാക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. സങ്കീർത്തനങ്ങൾ 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു എന്ന് തിരുവചനം പറയുന്നു. സുഭാഷിതങ്ങൾ 6:20 തിരുവചനം പറയുന്നു, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതും ഭാഗ്യമുണ്ടാകുന്നതും എല്ലാം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:16 യേശു പറയുന്നുണ്ട്, യേശു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വചനം പാലിക്കുന്നവർക്ക് തെറ്റ് പറ്റുകയില്ല, പ്രലോഭനങ്ങളിൽ അകപ്പെടുകയുമില്ല. മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റു പറ്റിയിരിക്കുന്നു. ജെറമിയ 15:16 അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളും ദുഃഖങ്ങളും രോഗങ്ങളും അതുപോലെ പ്രയാസങ്ങളിലുമെല്ലാം നമ്മെ ധൈര്യപ്പെടുത്തി പ്രത്യാശയോടെ ജീവിക്കാനും ഉന്മേഷത്തോടെ മുന്നോട്ട് പോകാനുമുള്ള അറിവും വിവേകവും നൽകുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അവ മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119:130 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യരായി മാറുന്ന അവൻ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതും ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾക്കാണ്. നാം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കുമ്പോൾ
പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. അതാണ് സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.